കണ്ടുകൊണ്ട് കടന്നു വരുന്നവളാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അതുകൊണ്ട് തന്നെ നിനക്ക് പൂർണ്ണമായ മുഅ്മിനായ മനുഷ്യനാരാണെന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ശക്തമായിട്ട് അവിടുന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യ നോക്കാൻ കഴിയാത്തവര്, കുടുംബത്തെ നോക്കാൻ കഴിയാത്തവര്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താ? നീ പോയി നോമ്പ് പിടിച്ചോ, നിനക്കതിനെ പറ്റിയതല്ല, നിനക്കതിന് യോഗ്യനല്ല. ഭാര്യയെ തല്ലാനും അവള് തിരിച്ചു തല്ലൂലല്ലോ. അതുകൊണ്ട് എന്തും കാണിക്കാം, എന്ത് തോന്നിവാസങ്ങളും ചെയ്യാമെന്നുള്ള രൂപത്തില് എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല സന്തോഷമായി ജീവിച്ചിരുന്ന സ്ത്രീകള്, പെൺകുട്ടികള്, അവരെ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ടുവന്നിട്ട് അടി കൊടുക്കുക, ജീവിതം വല്ലാതെ ദുസ്സഹമാക്കുകയാണ്. എങ്ങനെയാണ്, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാത്ത ആ പാവപ്പെട്ട പെൺകുട്ടികൾ അവിടുന്ന് ആത്മഹത്യ ചെയ്യുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വാളുകളും നസീഹത്തുകളും ഉപദേശങ്ങളും ഒക്കെ കൂടുതൽ കേൾക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ തന്നെ എങ്ങനെ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ വല്ലാത്ത സങ്കടമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ, നിങ്ങളിൽ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ ആരാണെന്നറിയോ? നമ്മളെല്ലാം ഈമാനുള്ളവരാണെന്ന് പറഞ്ഞ് നടക്കല്ലേ, എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഈമാനുള്ളവരാരാ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹു ഖുൽഖാ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഏറ്റവും പൂർണ്ണമായ ഈമാനുള്ള മനുഷ്യനാരാ? അഹ്സനുഹും ഖുൽഖാ, സ്വഭാവം നന്നായവനാണ് ഏറ്റവും നല്ല ഈമാനുള്ളവര്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവരാരാണെന്നറിയുമോ? ഖിയാറുക്കും ലിനിസായും, നിങ്ങളുടെ പെണ്ണുങ്ങളോട് മാന്യമായ രൂപത്തിൽ ഇടപെടുന്നവരാണ്, ഭാര്യയോട് നല്ല രൂപത്തിൽ നിൽക്കുന്നവരാണ്, മാന്യമായ രൂപത്തിൽ സംസാരിക്കുന്നവർ, സന്തോഷത്തോടുകൂടി ജീവിക്കുന്നവർ, കുടുംബം നോക്കിയിട്ട് ഉത്തരവാദിത്വത്തോടുകൂടി ജീവിക്കുന്നവർ. ചെറുപ്പക്കാരാവിടുന്ന റസൂൽ അവിടുന്ന് പറയുകയാണ്, ഹബീബായ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനോദി കൊടുക്കുകയാണ്, സ്വഹാബത്തേ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫത്തഖുല്ലാഹ ഫിന്നിസാ, പെണ്ണിന്റെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ സഹാബ. ഇത്തഖുല്ലാഹ ഫിന്നിസായി ഫഇന്നകും അഖദതുമൂഹുന്ന ബിഅമാനില്ലാഹ്, അവരെ നിങ്ങൾ സ്വീകരിച്ചത് അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്, അല്ലാഹുവിന്റെ അമാനത്തിനാണ് ഓരോ പെണ്ണിനെയും നിങ്ങൾ സ്വീകരിക്കുന്നത്. എന്ന് തന്റെ വാപ്പയവിടുന്ന് പറഞ്ഞു തരുമ്പോൾ, അവളെ ഞാൻ വിവാഹം കഴിച്ചത് ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ്, ഞാൻ തൃപ്തിപ്പെട്ടു എന്ന് ഓരോ ചെറുപ്പക്കാരും അവിടുന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ നിലനിർത്തിയിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറഞ്ഞത്, അല്ലാഹുവേ, വിവാഹബന്ധം മുറിക്കുന്നവരുണ്ടല്ലോ, വിവാഹബന്ധം വേണ്ട എന്ന് പറഞ്ഞു പോകുന്നവര് ത്വലാഖ് ചൊല്ലിയാ അല്ലാഹുവിന്റെ അർശ് പോലും അവിടുന്ന് കുലുങ്ങുകയാണ്. അല്ലാഹുവിന്റെ അർശിനെ പോലും പിടിച്ചു കുലുക്കുന്നത് അത് ദാമ്പത്യ ജീവിതമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് മാന്യമായ രൂപത്തിൽ തന്റെ കുടുംബത്തോട് ജീവിക്കാൻ കഴിയണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണ് അത് വെറും ഒരു കളിപ്പാവയല്ല, നീ കാശ് കൊടുത്ത് മേടിച്ച പെണ്ണല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്ത് തോന്നിവാസങ്ങൾ വേണമെങ്കിലും കാണിക്കാമെന്നല്ല അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വലാ തുഖബ്ബിഹ്, മോശമായ ഒരു വാക്ക് പോലും അവളുടെ മുഖത്ത് നോക്കി പറയരുത് എന്നാണ് സയ്യിദനാ മുഹമ്മദ് മുസ്തഫ